നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 30, മെയ് 1, 2 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 1:14 PM മുതൽ മെയ് 3 വെളുപ്പിന് 12:29 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഈ പറയുന്നതൊക്കെ ദക്ഷിണ പണമായിട്ട് വേണ്ട, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവേത് ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 30-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, മെയ് 1 വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, മെയ് 2-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം സൂര്യൻ, ചൊവ്വ, ശനി തുടങ്ങിയ പാവഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല, സാധാരണ ദിവസങ്ങൾ പോലെ ഇത് കടന്നു പോകും. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ചന്ദ്രൻ, ശുക്രൻ, ശിഖി, സർപ്പം ഇവ അനുകൂലമാണ്. എങ്കിലും ധനപരമൊക്കെ ഒരു തടസ്സവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പൊലിമ കുറവും ഒക്കെ അനുഭവപ്പെടാം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യനും ബുധനും 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചന്ദ്രൻ അനുകൂലമാണ്. ശുക്രൻ, വ്യാഴം, ചൊവ്വ, ശനി ഇവ അനുകൂലമായിട്ടും വരുന്നു. അതുകൊണ്ട് ഗുണാധിക്യം തന്നെയാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ വാഹനലാഭം ഉണ്ടാവും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യത കാണുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ പറ്റും. സർവകാര്യ വിജയം, ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക രംഗത്ത് നേട്ടമുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും വ്യാഴവും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം ജൂൺ 2 അനുകൂലമായിട്ട് മാറും. അപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മാറി മറിയും. അതായത് ശരിക്കും ഫോക്കസ്, ലൈറ്റുകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ജൂൺ 2 ശേഷം മിഥുനം രാശിയുടെ മേലായിരിക്കും. ഭാഗ്യങ്ങൾ
ഏതാണ്ട് 12-13 മാസം ഉണ്ടെന്നാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവർക്ക് ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച, പിതൃഗുണം, സന്താന നേട്ടം, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി പൂർണ്ണാർദ്ധം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അത് മേടം ഇടവം മാസങ്ങളിൽ മുഴുക്കെ ഉണ്ടാവും. കർക്കിടക രാശിക്ക് അല്പം നല്ല കാലം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് സർപ്പവും വ്യാഴവും മാത്രമാണുള്ളത്. പ്രതികൂലമായ ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നല്ല കാലം തുടങ്ങുന്നു. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്ര ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും മെയ് 11 ചൊവ്വ രാശി മാറുമ്പോൾ അല്പസ്വല്പം നേട്ടങ്ങൾ വന്നു തുടങ്ങും. എങ്കിലും ജൂൺ 2 വ്യാഴം പ്രതികൂലമായിട്ട് മാറും. അതിന് മുൻപായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഒരു പരിധിവരെ ഇവർക്ക് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ചിങ്ങം രാശിക്ക്. ഇനി കന്യരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ചൊവ്വയും ശനിയും 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ജീവിത പങ്കാളികളുമായിട്ട് പ്രശ്നമുണ്ടാവാം. അതുപോലെ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് പ്രശ്നമുണ്ടാവാം. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാവും. പൊതുവെ കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യൻ, ബുധൻ ഇവ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാവാം. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യത കാണുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും.
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് മേടമാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ബൗദ്ധിക മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഒരു തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഇവയൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവും. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും വ്യാഴം പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ജൂൺ 2 മുതൽ വ്യാഴം അനുകൂലമായിട്ട് വരും. വെള്ളിയാഴ്ച ദേവിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഉല്ലാസയാത്രകൾക്ക് സാധ്യത കാണുന്നു. വാഹനലാഭം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യത. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയസാധ്യതയുണ്ട്. സാങ്കേതിക രംഗത്ത് മേന്മകൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ഭൗതിക സുഖങ്ങൾ. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി 7 ശനി. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് മേടമാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ, സർപ്പം, ശനി, ചൊവ്വ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ജന്മശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത്
ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ഏപ്രിൽ 30 രാവിലെ 4:34 AM മുതൽ 5:22 AM വരെയാണ് 30 ബ്രഹ്മമുഹൂർത്തം. മെയ് 1, 2 തീയതികളിൽ രാവിലെ 4:33 AM മുതൽ 5:21 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. മെയ് 1, 2 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം ഏപ്രിൽ 30 മെയ് 1, 2 തീയതികളിൽ ഉച്ചയ്ക്ക് 11:54 AM മുതൽ 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഏപ്രിൽ 30 മെയ് 1, 2 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 1:51 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:23 PM വരെയാണ് ഏപ്രിൽ 30 രാഹുകാലം. മെയ് 1 രാഹുകാലം രാവിലെ 10:47 AM മുതൽ ഉച്ചയ്ക്ക് 12:19 PM വരെയാണ് മെയ് 1 രാഹുകാലം. മെയ് 2 രാവിലെ 9:14 AM മുതൽ രാവിലെ 10:46 AM വരെയാണ് രാഹുകാലം. മെയ് 2 രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ. 30/4/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 3, 0, 4, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. മെയ് 1 1/5/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 5, 9, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2/5/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 5, 9, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.